ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല ഭംഗിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.85 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീട്ടിനുള്ളത്. എടുത്തു പറയേണ്ടത് ഹോം തിയേറ്റർ ഫെസിലിറ്റി കൂടി നമുക്ക് ഈ ഒരു വീട്ടിൽ അവൈലബിൾ ആണ്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വെറും 6.5 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ 7.6 കിലോമീറ്റേഴ്സും ഇടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 16 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് അടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത് ആലുവയാണ്. 8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമുക്ക് വരുന്നത് ആലുവ തന്നെയാണ്. 7.8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല രീതിയിൽ വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. അത് തന്നെയാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുത്തെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് ഭാഗത്തൊക്കെ ആയിട്ട് നോക്കിയാൽ കാണാം നല്ല ഗ്രീൻ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് അതിന്റെ അകത്തൊക്കെ വെർട്ടിക്കൽ ഗാർഡൻ വരുന്നുണ്ട്. നമുക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന ആ ഒരു ബോർഡർ പോർഷനിലെല്ലാം തന്നെ നിറയെ പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടി തന്നെയാണ് ഗേറ്റും കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് സ്ലൈഡിംഗ് മെത്തേഡിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. മതിലിൽ നിങ്ങൾ ആ ഗ്രീൻ ഗ്രാസ് വിരിച്ചിരിക്കുന്ന കണ്ടു. അതിന്റെ മുകളിലൊക്കെ നോക്കിയാൽ കാണാം LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് വാഹനങ്ങളൊക്കെ കയറ്റാനായിട്ട് ഈ ഒരു വലിയ ഗേറ്റ് നമുക്ക് നടന്നു കയറണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഗേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വലിയൊരു മുറ്റത്തേക്കാണ്. നമുക്ക് കാർ പോർച്ച് നേരെ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു പോർഷനിലെല്ലാം തന്നെ വലിയ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ സ്റ്റോൺസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്നർ പോർഷനകത്തുള്ള മതിലിന്റെ അകത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ട് ബ്രിക്ക് മോഡലുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ നിറയെ പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വെർട്ടിക്കൽ ഗാർഡൻ അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്ത് വരുന്ന മതിലിന്റെ പോർഷനിലെല്ലാം സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടനും കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ബാക്ക് സൈഡ് കിണറാണെന്ന് തോന്നാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വാട്ടർ ഫോൾ ചെയ്യുന്ന ഒരു മെത്തേഡിൽ അവിടെ ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ട് ഗ്രാസ് വിരിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് വർക്ക് ഏരിയയിലെ ഡോറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് വീണ്ടും പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല. താഴെ ഭാഗത്ത് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു പോർഷനിലായിട്ട് നല്ല ഡിസൈൻ ഉള്ള ഒരു വോളും ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി വന്നിട്ട് ബ്രിക്ക് ഡിസൈനും ആണ് വന്നിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള വലിയ ഗ്ലാസ് ഡോറുകളും അതുപോലെ തന്നെ ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ സ്പേസ് കണ്ടു. ഒന്നാമത്തെ കാർ പാർക്കിംഗ് നമുക്ക് ഒന്നുകൂടെ കണ്ടു നോക്കാം. കവേർഡ് ആയിട്ടുള്ള നമ്മുടെ ഒന്നാമത്തെ കാർ അവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ മുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഏരിയ എല്ലാം തന്നെ കവർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ടോപ്പിൽ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. കാർ പോർഷന്റെ ഈ ഒരു ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ പില്ലർ നോക്കിയാൽ നമ്മുടെ ഇന്നർ സൈഡിൽ വരുന്ന മതിലിന്റെ സെയിം മോഡൽ തന്നെയാണ്, ബ്രിക്ക് മോഡൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകാനുള്ള ആ ഒരു ഭാഗത്തെല്ലാം തന്നെ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ വഴി പോകുമ്പോൾ ഫ്ലോർ നോക്കിയാൽ ഇതേപോലെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് സ്റ്റോൺസ് എല്ലാം വിരിച്ചിട്ട് ഗ്രാസ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലൂടെ പോകുമ്പോൾ നോക്കിക്കോളൂ, നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഏരിയ എല്ലാം ചെയ്തിരിക്കുന്നത്. അകത്ത് വരുന്ന മതിലിന്റെ പോർഷനിലെല്ലാം സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സൈഡുകളിലെല്ലാം തന്നെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് ഡോർ ആണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. താഴെ ഭാഗത്തൊക്കെ നോക്കിയാൽ സെപ്പറേറ്റ് ഒരു ഏരിയ വെച്ചിട്ട് ഭംഗിയായിട്ടാണ് ഇവിടെ പ്ലാന്റ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു സിറ്റ് ഔട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് തന്നെയാണ് അതിന്റെ ഫ്ലോറിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. നമുക്കൊരു 3-4 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ചപ്പൽസ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് നല്ലൊരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നോക്കിയാലും നല്ല ഇതിൽ ടൈലൊക്കെ ഒട്ടിച്ച് നമുക്ക് അത്യാവശ്യം വന്നാൽ ഇരിക്കാനുള്ള ഫെസിലിറ്റി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ മുകളിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അധികം ലൈറ്റ് ഫിറ്റിംഗ്സ് ഒന്നും കൊടുത്തില്ല. ആവശ്യത്തിന് മാത്രമുള്ള ഒരു ഷോ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്. കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. 2 പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഫ്ലോർ ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഡിസൈനോട് നല്ല കളർഫുൾ ആയിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനുള്ള മെയിൻ ഏരിയക്ക് താഴെ നോക്കുവാണെങ്കിൽ അവിടെയും കബോർഡുകളായിട്ടൊക്കെ തിരിച്ച് ഡോറുകളൊക്കെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ഡിഫറെന്റ് ആയ മോഡലിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഈ ഒരു വിൻഡോ ഇരിക്കുന്ന വോൾ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് വിൻഡോ ആ ഒരു വോളിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനും കളറായിട്ടുള്ള പെയിന്റിങ്ങിലും ഒക്കെയാണ് ആ ഒരു വോൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു പോർഷൻ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള വീടുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടാലുടനെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന റൂഫിന്റെ ഏറ്റവും ടോപ്പിൽ ഭംഗിയായിട്ടാണ് ഒരു ഷാൻലിയർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിന് സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കിയാൽ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനുള്ള മെയിൻ ഏരിയ കണ്ടിരുന്നു. അതിന്റെ മുകളിലുള്ള റൂഫ് നോക്കിയാൽ കുറച്ചൊരു പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്. അവിടെയും ഭംഗിയായിട്ട് തന്നെയാണ് സ്പോട്ട് ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് നേരെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് വലിയൊരു ഡ്രോയും ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള വാർഡ്രോബ്സുകളൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നമ്മുടെ റൂമിന്റെ സ്പേസ് ഒട്ടും നഷ്ടമാകാതെ തന്നെ സ്ലൈഡിംഗ് മെത്തേഡിലാണ് ഡോറുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് തുറന്ന് ഒരുപാട് സ്പേസ് പോകുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതിന്റെ മുകളിൽ നോക്കിയാൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗത്ത് വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂമിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഷോ ലൈറ്റുകൾ വരുന്നുണ്ട്. ഫാൻ ഫിറ്റിംഗ് ഉണ്ട്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല കളർഫുൾ കോമ്പിനേഷനിൽ ഭംഗിയായിട്ടാണ് ടൈലുകളെല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജറയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഓൾറെഡി സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഗ്ലാസ് ഡോർ വെച്ചിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹോട്ട് വാട്ടർ ഫെസിലിറ്റിക്ക് ആയിട്ട് ആ ഒരു ഫെസിലിറ്റി കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗീസർ ഫെസിലിറ്റി കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്ത് നമുക്ക് ചെറിയൊരു ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എയർ ഫാനും കൊടുത്തിട്ടുണ്ട്. വിൻഡോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂം കണ്ടത്. ബെഡ്റൂമിന്റെ പുറത്ത് വരുന്ന സറൗണ്ടിങ് വോൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് ഹാളാണ്. ഏകദേശം 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നിറയെ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വളരെ ഭംഗിയായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റിന്റെ പീസിലാണ്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് നല്ല ഭംഗിയായിട്ടൊരു മിറർ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് CNC കട്ടിങ്ങിന് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഇവിടെയായിട്ട് കൂടി നമുക്ക് ചെറിയൊരു ടേബിൾ ഫെസിലിറ്റി പോലെ കിട്ടുന്നുണ്ട്. താഴെ ഭാഗത്തൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ആണ് കിട്ടുന്നത്. ഡബിൾ പ്രൊട്ടക്ഷൻ ആയിട്ട് അകത്തെല്ലാം നല്ല സേഫ്റ്റി ആയിട്ടുള്ള അയൺ ബാറുകൾ കൊടുത്തിട്ടാണ് പുറത്ത് ഗ്ലാസ് ഡോർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് പാഷ്യൂ ഏരിയയിലേക്കാണ്. വളരെ ഭംഗിയായിട്ട് നല്ല വൈബോട് കൂടിയിട്ട് തന്നെയാണ് പാഷ്യൂ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വുഡൻ പോലെ തോന്നിക്കുന്ന ആ ഒരു ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്.
വാട്ടർ ഫോൾ ചെയ്യുന്ന മെത്തേഡിലാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസിനിടയിലൂടെ വാട്ടർ ഫോൾ ചെയ്ത് ഇറങ്ങുന്നത് കാണാൻ തന്നെ നമുക്ക് നല്ല ഫീൽ ആണ്. അതിന്റെ രണ്ട് സൈഡിലായിട്ട് ഭംഗിയായിട്ടാണ് രണ്ട് പ്ലാന്റ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയ കംപ്ലീറ്റ് റൂഫ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. പോളികാർബൺ ഷീറ്റ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ ചെയ്തിരിക്കുന്നത് സെയിം ആയിട്ട് തന്നെയാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 4 വിൻഡോസ് ഈ ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിന്റെ എല്ലാം പുറത്ത് കാണുന്ന ഹോളുകൾ നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് എല്ലാം തന്നെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ സ്പോട്ട് ലൈറ്റുകളാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു വിൻഡോ ബേ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് കുഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു വിൻഡോയുടെ രണ്ട് സൈഡും നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകൾക്ക് വേണ്ടി മാത്രമാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല ഒരു ലാമിനേഷനോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് കൂടെ തന്നെ ഒരു വുഡൻ കളറും അതുപോലെ ഹാൻഡിൽസിന്റെ കളറൊക്കെ നോക്കുവാണെങ്കിൽ വളരെ മാച്ച് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും തന്നെ ഫാൻ ഫിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബാത്റൂമിനകത്തും ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് കുക്ക് ചെയ്യാവുന്ന രീതിയിൽ വാസ്തുപരമായിട്ട് തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. എൻട്രൻസ് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലെല്ലാം തന്നെ ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ കാണുന്ന ഓപ്പൺ സ്പേസിന്റെ ഇടയിൽ നോക്കിയാൽ കാണാം ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ മെയിൻ എൻട്രൻസിന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. താഴെയെല്ലാം ഭംഗിയായിട്ടാണ് വുഡൻ പാനലിങ്ങുകൾ കൊടുത്തിരിക്കുന്നത്. എൻട്രൻസിൽ തന്നെ ഭംഗിയായിട്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെ നിന്ന് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു ബക്കറ്റ് ഷേപ്പിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എത്ര പേർക്ക് വേണമെങ്കിലും നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റാർട്ടിങ്ങിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടുന്നത്. നിങ്ങൾക്ക് മൈക്രോവേവ് ഓവൻ ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വലിയ ഏരിയ തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിറയെ കിച്ചൺ ക്യാബിനറ്റ്സുകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. അത് ഗ്ലാസ് മോഡൽ കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യാവുന്ന ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുമാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ അധികം ഒന്നും ഇങ്ങനത്തെ ഒരു മോഡൽ കണ്ടിട്ടുണ്ടാവില്ല. ഷട്ടർ മോഡലിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഷട്ടർ പോലെ ഇത് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ ഗ്ലാസ് പാർട്ടീഷൻ ആണ് അതിനകത്ത് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന കൗണ്ടർ ടോപ്പ് പോർഷന്റെ അകത്ത് നോക്കുമ്പോഴും താഴെ നിങ്ങൾക്ക് കാണാം ഒരു ലെയറിലും മുകളിൽ 2 ലെയറിലുമായിട്ടാണ് നിറയെ കിച്ചൺ ക്യാബിനറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളും LED ബൾബുകളും കൊടുത്തിരിക്കുന്നത്. ഈവൻ കിച്ചണിൽ പോലും നമുക്കൊരു ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചന്റെ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ടോപ്പ് പോർഷൻ എല്ലാം തന്നെ വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 സ്ലൈഡിംഗ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്ക് വരുന്നത്. ഹൂഡും ഹോബും നമുക്ക് ഓൾറെഡി ഇവിടെ പ്യുർ ഫ്ലെയിംസിന്റെ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചന്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഷേപ്പ് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ പോലെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെയും കിച്ചൺ ക്യാബിനറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയും വരുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷൻ അഡീഷണൽ ആയിട്ട് വേറെയും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് 3 വിൻഡോസ് ആണ് എയർ സർക്കുലേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഫ്ലോർ ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ബബിൾസിന്റെ ഷേപ്പിൽ ഭംഗിയായിട്ടുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഈ ഏരിയ എല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നമ്മുടെ പാഷ്യൂ ഏരിയയുടെ ഭാഗത്തേക്കാണ്. റൂഫ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ പോർഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള സ്റ്റെപ്സ് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ സ്റ്റെപ്പ് വരുന്ന വീടുകൾ നിങ്ങൾ ഈ അടുത്തൊന്നും കാണാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. വളരെ ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ആ ഒരു വുഡൻ കളർ വരുന്ന ടൈലുകളാണ് എല്ലാം തന്നെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. കയറി പോകുന്ന വഴികളിൽ കാണുന്ന സ്റ്റെപ്സ് എല്ലാം വളരെ വീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വെക്കാനുള്ള ആ ഒരു ഇത് കൂടാതെ ബാക്കി റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കോളൂ. ആ ഒരു ഏരിയയും വളരെ നീളത്തിൽ തന്നെയാണ് ആ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ആ കാണുന്ന സ്റ്റെപ്പിന്റെ ഓരോ പോർഷനിൽ നോക്കിയാലും LED സ്ട്രിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെ വരുന്ന ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ ഇതേ മോഡലിലാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെറിയ ഹാങ്ങിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ചെറിയ ഡോൾസിനെയൊക്കെ ഈ ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ഒരു ഏരിയ കാണാനായിട്ട്.
മുകളിലേക്ക് കടന്നു പോകുന്ന വഴിക്ക് നമുക്ക് പിടിച്ചു കയറാനായിട്ട് ഇതുപോലെ ഭംഗിയായിട്ട് ഒരു ഹാൻഡ് റെയിൽ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുന്ന സമയത്ത് ഈ ഒരു ഫസ്റ്റ് ലാൻഡിങ്ങിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു വോൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ബ്രിക്ക് മോഡലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന പോർഷൻ എല്ലാം തന്നെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. മുകൾ പോർഷനിൽ വന്നിട്ട് ഫിക്സഡ് ആയിട്ടുള്ള ഗ്ലാസും താഴെ വന്നിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന മോഡലുമാണ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ സേഫ്റ്റിക്കായിട്ട് അയൺ ബാറുകൾ ഇട്ടിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. നമ്മളെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. അത്യാവശ്യത്തിന് വളരെ വലിയൊരു ഏരിയ തന്നെയാണ് അപ്പർ ലിവിംഗ് സ്പേസിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കടന്നു വന്ന ഏരിയ തുടങ്ങി റൂഫ് നോക്കുവാണെങ്കിൽ കാണാം സ്റ്റെപ്പിന്റെ മുകളിലുള്ള ഭാഗത്തിട്ടിരിക്കുന്ന ആ ഒരു ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് കാണാം. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാ റൂമുകളിലും ഹാളുകളിലും ഒക്കെ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഹാളിന്റെ മുകളിൽ നോക്കിക്കോളൂ, 2 ഫാനുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും സ്പോട്ട് ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് പുറത്തേക്ക് തുറന്നിറങ്ങാവുന്ന രീതിയിൽ സ്ലൈഡിംഗ് മെത്തേഡിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണെന്ന് നമുക്ക് പറയാം. ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സേഫ്റ്റിക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് നല്ല ലെങ്തി ആയിട്ട് നല്ലൊരു സ്പേസ് ആണ് അവിടേക്ക് ഓപ്പണിംഗ് ആയിട്ട് കിട്ടുന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടാണ് ടി വി വെക്കാൻ അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഗ്ലാസ് ഡോറുകൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടേക്കെല്ലാം തന്നെ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടാണ് ഈ കാണുന്ന കബോർഡുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. മൂന്നാമത്തെ ബെഡ്റൂമിനകത്തേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. സ്ട്രൈറ്റ് നമുക്ക് ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. അവിടെയും വിൻഡോ ബേ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന 4 വിൻഡോസ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. മുകളിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളും വലിയ ബൾബുകളും ഫാൻ ഫിറ്റിങ്ങും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലെ ഡിസൈനോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹോട്ട് വാട്ടർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. TV യൂണിറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം വരുന്നത്. എല്ലാ ഡോറുകളുടെയും കോമൺ പാറ്റേൺ തന്നെയാണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 4 വിൻഡോസ് ആണ് കിട്ടുന്നത്. മെയിൻ ആയിട്ട് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സ്ലൈഡിംഗ് മോഡലിൽ തന്നെയാണ് ഡോറുകളെല്ലാം തന്നെ വാർഡ്രോബിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഫാൻ ഫിറ്റിംഗുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എല്ലായിടത്തും തന്നെ ഫിറ്റിംഗ്സ് ചെറിയടെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളിലും ഹോട്ട് വാട്ടർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ബാത്റൂമിനകത്ത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പാസേജ് ആണ് കിട്ടുന്നത്. സാധാരണ വീടുകളിൽ കാണാത്തൊരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹോം തിയേറ്റർ റൂം ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഹോം തിയേറ്റർ റൂം വരുന്നത്. നമുക്കൊരു 5 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു ഹോം തിയേറ്റർ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ചിരുന്ന് കഴിക്കാനായിട്ട് നല്ലൊരു സ്പേസ് തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെയിൻ സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഹോം തിയേറ്റർ സിസ്റ്റം വരുന്നത് ഡെനന്റെ ആണ്. അതുപോലെ തന്നെ പ്രൊജക്ടർ നോക്കുവാണെന്നുണ്ടെങ്കിൽ എപ്സന്റെ ആണ് ചെയ്തിരിക്കുന്നത്. എയർ കണ്ടീഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഒറിജിനൽ ആയിട്ട് നമ്മൾ ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന അതേ ഫീലോട് കൂടിയിട്ട് സൗണ്ട് പ്രൂഫ് ആയിട്ടും വളരെ ഭംഗിയായിട്ടും ലൈറ്റ് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഹോം തിയേറ്റർ റൂം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഹോം തിയേറ്റർ റൂം കണ്ടത്. അവിടെ നിന്ന് ഈ ഒരു പാസേജ് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്ന വഴിക്ക് ഇവിടെ നോക്കിയാൽ കാണാം വലിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. മിഡിലിൽ വരുന്ന ഈ ഒരു ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഫിക്സഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ നല്ല സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബിക്കോസ് ഇത് 2600 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലൊക്കെ നോക്കിയാൽ കാണാം സ്പോട്ട് ലൈറ്റുകളാണ് നിറയെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മളിപ്പോൾ ഈ ഷാൻലിയർ കാണുന്ന ഭാഗം താഴത്തെ നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ്. അതിന് മുകളിലിട്ടിരിക്കുന്ന ഷാൻലിയർ നമുക്കിപ്പോൾ കുറച്ചും കൂടി അടുത്ത് വിസിബിൾ ആണ്. ഈ കാണുന്ന ഡോർ വന്നിട്ട് ബാൽക്കണിയിലേക്കുള്ള എൻട്രി ആണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു വോൾ നോക്കുവാണെങ്കിൽ ബ്രിക്ക് മോഡലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നോക്കുവാണെങ്കിലും ഭംഗിയായ മോഡലിലാണ് ഈ ഒരു ഇതെല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ഇതേ അയൺ ബാറുകൾ തന്നെയാണ് റൂഫിലും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. പോളികാർബൺ ഷീറ്റ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭംഗിയുള്ള വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ സീപോർട്ട് എയർപോർട്ട് റോഡ് എല്ലാവർക്കും അറിയുന്നതാണ്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും 6.5 കിലോമീറ്റർ 6.5 കിലോമീറ്റേഴ്സ് ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് കുഴുവേലപ്പടി എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പേര് പറയുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.85 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2600 ആണ്. 2600 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. 4 ബെഡ്റൂമുകൾ രണ്ടെണ്ണത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ബാത്റൂമുകളിൽ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 ബാത്റൂമുകൾ നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിണർ വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഹോം തിയേറ്റർ റൂം തന്നെയാണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ വളരെ അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ല സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,42,00,000 രൂപയാണ്. 1.42 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്ത സമയത്ത് തീർച്ചയായും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഈ വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.